ഹായ്, വെൽക്കം ടു IQCTS അക്കാഡമി. 2024 ICD-10 കുറച്ച് മേജർ അപ്ഡേറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ടോട്ടൽ നമുക്ക് 395 കോഡ്സ് ആണ് പുതിയതായി വന്നിട്ടുള്ളത്. അതിൽ 13 എണ്ണം റിവൈസ്ഡ് കോഡ്സ് ആണ്, 25 എണ്ണമാണ് ഡിലീറ്റഡ് കോഡ്സ് ഉള്ളത്. അപ്പം ഞാൻ ഈ ചാപ്റ്റർ വൈസുള്ള ഓരോ ചാപ്റ്ററിലെയും എന്തൊക്കെയാണ് അപ്ഡേഷൻസ് വന്നതെന്നുള്ള ആ മേജർ അപ്ഡേഷൻസ് മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്റർ 1 ഒരു ന്യൂ ബാക്ടീരിയ കോഡ് ആഡഡ് ആയിട്ടുണ്ട്. അസിനറ്റോബാക്ടർ ബോമാനി എന്ന് പറഞ്ഞ പുതിയൊരു ബാക്ടീരിയയുടെ കോഡ് ആഡ് ആയിട്ടുണ്ട്. അതാണ് B96.83. ഓക്കെ, B96.83 എന്ന് പറഞ്ഞാൽ അസിനറ്റോബാക്ടർ ബോമാനി എന്ന് പറഞ്ഞ ഒരു ന്യൂ ബാക്ടീരിയ കോഡ് നമുക്ക് 2024 ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ബാക്ടീരിയ കോഡ് ആഡ് ആകുമ്പോൾ തന്നെ അതിൻ്റെ റിലേറ്റഡ് സെപ്സിസ് കോഡും ആഡ് ആയിട്ടുണ്ട്. അതാണ് A41.54. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ളൊരു മേജർ അപ്ഡേറ്റ്. പിന്നെ എന്ന് പറയുന്നത് 2024 പിന്നെ വന്ന ഈ ചാപ്റ്ററിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് സ്ക്രീനിങ് ഫോർ COVID-19. അതായത് നമ്മൾ ഇത്രയും 2022, 2023 അതിലൊക്കെ നമ്മൾ എക്സ്പോഷർ കോഡായിരുന്നു ചെയ്തിരുന്നത്. COVID-19 എക്സ്പോഷർ കോഡായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് സ്ക്രീനിങ്ങിൻ്റെ കോഡായിട്ട് വന്നിട്ടുണ്ട്, ഒരു ന്യൂ കോഡായിട്ട്. അതാണ് Z11.52 എന്ന് പറഞ്ഞ ഒരു COVID-19 സ്ക്രീനിങ് കോഡ് വന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള മേജർ അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് ചാപ്റ്റർ 2 നമുക്ക് എല്ലാവർക്കും അറിയാം, നിയോപ്ലാസം ആണ് ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. അതിൽ 2 പുതിയ കണ്ടീഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് ഫെമിലിയൽ അഡിനോമാറ്റസ് പോളിപ്പോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനും, അതുപോലെ തന്നെ ഡെസ്മോൾ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബിനൈൻ ട്യൂമർ, അത് നോൺ ക്യാൻസറസ് ആണ്. അപ്പം ഫെമിലിയൽ അഡിനോമാറ്റസ് പോളിപ്പോസിസിൻ്റെ കോഡാണ് D13.91. അതുപോലെ ഡെസ്മോൾഡ് ട്യൂമേഴ്സിൻ്റെ കോഡാണ് D48.11. ഈ ഡെസ്മോൾ ട്യൂമേഴ്സ് എന്ന് പറയുന്നത് നോൺ ക്യാൻസറസ് ഗ്രോത്ത് ആണ്. അതൊരു സബ് കാറ്റഗറി കോഡായിട്ടാണ് വന്നിട്ടുള്ളത് 2024. അടുത്തത് ചാപ്റ്റർ 4 വന്നിട്ടുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോമിൻ്റെ ഒരു സബ് കാറ്റഗറി കോഡ് ആഡ് ആയിട്ടുണ്ട്. അതാണ് E88.8. ഇത് മാത്രമേ ചാപ്റ്റർ 4 ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളൂ. പിന്നെ ചാപ്റ്റർ 5 ചേഞ്ചസ് ഒന്നുമില്ല, പഴയ പോലെ തന്നെയാണ്. 2022 അതുപോലെ തന്നെയാണ് ചാപ്റ്റർ 5 ഉള്ളത്. അടുത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് ചാപ്റ്റർ 6 ചാപ്റ്റർ 6 പാർക്കിൻസോണിസത്തിൻ്റെ ഒരു ന്യൂ കോഡ് വന്നിട്ടുണ്ട്. അതാണ് G20.C. ഇത് പാർക്കിൻസോണിസത്തിൻ്റെ കോഡാണ്. പക്ഷെ നമ്മളത് പാർക്കിൻസൺസ് ഡിസീസിന് നമ്മൾ കണക്കാക്കരുത്. എന്താ വെച്ചാൽ രണ്ടിനും 2 കോഡാണ് ഇപ്പോൾ ഉള്ളത്. പാർക്കിൻസൺസ് ഡിസീസിന് ഒരു കോഡും പാർക്കിൻസോണിസത്തിന് ഒരു കോഡും. അങ്ങനെയാണ് നമ്മുടെ 2024 ഇപ്പം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലഫോറ പ്രോഗ്രസീവ് മൈക്കോക്ലോണസ് എപ്പിലെപ്സി എന്ന് പറഞ്ഞ ഒരു പുതിയ കോഡും ക്രോണിക് മൈഗ്രെയിൻ്റെ പുതിയ കോഡും ആഡ് ആയിട്ടുണ്ട് ചാപ്റ്റർ 6. അപ്പോൾ ഇത്രയും അപ്ഡേഷൻസ് ആണ് വന്നിട്ടുള്ളത്. അടുത്തത് ചാപ്റ്റർ 7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്ലോക്കോമ കോഡ്സ് ആണ് അതിൽ കൂടുതലും വരുന്നത് അല്ലേ. ഐയുടെ കോഡാണ് H36 കാറ്റഗറി കോഡ്സ്. സിക്കിൾ സെൽ റെറ്റിനോപ്പതി എന്ന് പറഞ്ഞ ഒരു കണ്ടീഷന് H36 കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂ സബ് കാറ്റഗറി കോഡായ H57.84 എന്ന് പറഞ്ഞ ഒരു സബ് കാറ്റഗറി കോഡും കൂടെ ആഡ് ആയിട്ടുണ്ട്. അത് ഫോറിൻ ബോഡി സെൻസേഷൻ അതാണ് അതിൻ്റെ H57.84 എന്ന് പറയുന്ന ന്യൂ കോഡ് വന്നിട്ടുള്ളത്. അടുത്തതായി ചാപ്റ്റർ 8 അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല 2024. അടുത്ത ചാപ്റ്റർ 9 ഒരു റെസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു കോഡ് ആഡ് ആയിട്ടുണ്ട്, ന്യൂ കോഡ്. അതാണ് I1A.0. റെസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കോഡ് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറോണറി മൈക്രോവാസ്കുലാർ ഡിസ്ഫങ്ഷൻ അതും പുതുതായിട്ട് ആഡ് ആയിട്ടുണ്ട്. അതിൽ അക്യൂട്ടും ക്രോണിക്കും പറയുന്നുണ്ട്. അക്യൂട്ടിൻ്റെ കോഡ് I24.81, ക്രോണിക്ക് I25.85. ഇത്രയാണ് ചാപ്റ്റർ 9 ICD അപ്ഡേഷൻ എന്ന് പറയുന്നത് 2024. അടുത്തത് ചാപ്റ്റർ 10 എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി കോഡ്സ് ആണല്ലോ.
അതിൽ ന്യൂമോണിയ ഡ്യൂ ടു അസിനറ്റോബാക്ടർ ബോമാനി എന്ന് പറഞ്ഞ പുതിയൊരു കോഡ് വന്നിട്ടുണ്ട്. അതാണ് J15.61. അതായത് അസിനറ്റോബാക്ടർ ബോമാനി എന്ന് പറഞ്ഞ ഒരു പുതിയ ബാക്ടീരിയ, അത് കാരണം ന്യൂമോണിയ വരുന്നത്. അതാണ് J15.61 എന്നുള്ള ഒരു പുതിയ കോഡ് ചാപ്റ്റർ 10 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ക്ലൂഡ് 1 എക്സ്ക്ലൂഡ് 2 ഇല്ലേ, അതിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് എക്സ്ക്ലൂഡ് 1 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, 2 സർവീസസ് ഒരുമിച്ച് കോഡ് ചെയ്യാൻ പാടില്ല. അതാണ് എക്സ്ക്ലൂഡ് 1. എക്സ്ക്ലൂഡ് 2 എന്ന് പറയുന്നത് 2 കണ്ടീഷൻ തന്നാൽ അത് നമുക്ക് ഒരുമിച്ച് കോഡ് ചെയ്യാൻ പറ്റും. അപ്പം ചില കോഡ്സ് 2023 വരെ എക്സ്ക്ലൂഡ് 1 പറഞ്ഞിരുന്ന ചില കോഡ്സ് 2024 അത് എക്സ്ക്ലൂഡ് 2 ആയി മാറിയിട്ടുണ്ട്. അതാണ് ഇവിടെയുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ 11. ചാപ്റ്റർ 11 ഷോർട്ട് ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു ന്യൂ കണ്ടീഷൻ ആഡ് ആയിട്ടുണ്ട്. അത് K9.82 എന്ന് പറഞ്ഞ ഒരു സബ് കാറ്റഗറി കോഡാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഷോർട്ടൻ ചെയ്യുന്നതാണ്. അതുപോലെ അവിടുത്തെ സെൽസ് ഒക്കെ ഡാമേജ് ആയിട്ട് മാൽ ന്യൂട്രീഷൻ സംഭവിക്കുന്നത്. അതാണ് മെയിനായിട്ട് നമ്മൾ ഷോർട്ട് ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോഡ് ആഡ് ആയിട്ടുണ്ട് ചാപ്റ്റർ 11 K9.82. ചാപ്റ്റർ 12 നോ ചേഞ്ചസ് ആണ്, ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ചാപ്റ്റർ 13 എന്ന് പറയുന്നത് ഒരു പുതിയ കോഡ് വന്നിട്ടുണ്ട്, കുറച്ച് പുതിയ കോഡ്. അതായത് ഓസ്റ്റിയോപോറോസിസിൻ്റെ കോഡ് എന്ന് പറയുന്നത് M80 ആണല്ലോ, M80 കാറ്റഗറി ആണല്ലോ. അതിൽ പെൽവിസ് സൈറ്റും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചാപ്റ്റർ 14. ചാപ്റ്റർ 14 IgA നെഫ്രോപ്പതി ഡിസീസ്, അത് N02 കാറ്റഗറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്താണ് ചാപ്റ്റർ 15. ചാപ്റ്റർ 15 ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാസിസ് ഓഫ് പ്രഗ്നൻസി, അത് ആഡ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 15 എന്ന് പറയുന്നത് പ്രഗ്നൻസി കോഡ്സ് ആണ് അതിൽ വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലൊരു പുതിയ കണ്ടീഷൻ O26.64 എന്ന് പറഞ്ഞ ഒരു സബ് കാറ്റഗറി കോഡും കൂടെ നമ്മളുടെ ചാപ്റ്റർ 15 ആഡ് ചെയ്തിട്ടുണ്ട് പ്രഗ്നൻസി ചാപ്റ്ററിൽ. അത് ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാസിസ് ഓഫ് പ്രഗ്നൻസി, അതാണ്. പിന്നെ ചാപ്റ്റർ 16 ചേഞ്ചസ് ഒന്നുമില്ല. ചാപ്റ്റർ 17 വരുന്നത് ഒരു ന്യൂ കോഡ് വന്നിട്ടുണ്ട്. Q75.0 എന്ന് പറഞ്ഞ ഒരു സബ് കാറ്റഗറി കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ക്രാനിയോസിനോസ്റ്റോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണത്. ഓക്കെ, Q75.0 എന്ന് പറഞ്ഞ ഒരു സബ് കാറ്റഗറി കോഡ് ക്രാനിയോസിനോസ്റ്റോസിസ് ആഡ് ചെയ്തിട്ടുണ്ട് ചാപ്റ്റർ 17. അടുത്തത് ചാപ്റ്റർ 18 ആണ്. ചാപ്റ്റർ 18 ഫോറിൻ ബോഡി സെൻസേഷൻ, അതിൻ്റെ ഒരു സബ് കാറ്റഗറി കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. R09A.A. അതുപോലെ R92.3 എന്ന് പറഞ്ഞ ഒരു സബ് കാറ്റഗറി കോഡ് വന്നിട്ടുണ്ട്. R92.3 എന്ന് പറയുന്നത് മാമോഗ്രാഫി ഫൈൻഡിങ്സ് ആണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ചാപ്റ്റർ 18. അടുത്ത ചാപ്റ്റർ 19. ചാപ്റ്റർ 19 പറയുന്നത് ടോക്സിക് എഫക്ട്സ്. ഗഡോലിനിയം എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ചാപ്റ്റർ 19. അതിൻ്റെ ടോക്സിക് എഫക്ട് കോഡ്സും കൂടെ ചാപ്റ്റർ 19 ആഡ് ചെയ്തിട്ടുണ്ട്. ഗഡോലിനിയം ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ 20. ചാപ്റ്റർ 20 അത് എക്സ്റ്റേണൽ കോസ് കോഡ്സ് ആണല്ലോ. അതിൽ W44 എന്ന് പറഞ്ഞ ഒരു ന്യൂ കാറ്റഗറി കോഡ്സും കൂടെ ആഡ് ആയിട്ടുണ്ട്. അത് എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നാച്ചുറൽ ഓറിഫൈസസിലേക്ക്, നമ്മുടെ ബോഡിയിലുള്ള നാച്ചുറൽ ഓറിഫൈസസിലേക്ക് എന്തെങ്കിലും ഫോറിൻ ബോഡീസ് എൻ്റർ ചെയ്താൽ കൊടുക്കുന്ന കോഡ്സാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. W44 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. മെയിനായിട്ടുള്ള ഒരു മേജർ അപ്ഡേഷൻസ് ICD-ലുള്ള 2024 മേജർ അപ്ഡേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ CPT-യുടെ അപ്ഡേഷൻസുമായിട്ട് ഇനിയും വരാം. താങ്ക് യു.